ഏഷ്യ കപ്പിൽ പാക് UAE മത്സരം അനിശ്ചിതത്വത്തിൽ പാക് ടീം സ്റ്റേഡിയത്തിലെത്തിയില്ല. ഏഷ്യ കപ്പിൽ നിന്ന് പിൻവാങ്ങിയേക്കുമെന്നും അഭ്യൂഹം. പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവി മാധ്യമങ്ങളെ കാണും. ഏഷ്യ കപ്പിൽ പാക് UAE മത്സരം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. പാക് ടീം സ്റ്റേഡിയത്തിലെത്തിയില്ല എന്ന റിപ്പോർട്ടുകൾ. ഏഷ്യ കപ്പിൽ നിന്ന് പാക് ടീം പിൻവാങ്ങിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമാണ്. അധികം വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. മാധ്യമങ്ങളെ കണ്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തുവരികയാണ്. അധികം വൈകാതെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് മേധാവി മാധ്യമങ്ങളെ കാണും. പാക് UAE മത്സരമാണ് അനിശ്ചിതത്വത്തിൽ തുടരുന്നത്. മത്സരം ആരംഭിക്കാനിരിക്കെയാണ് പാക് ടീം സ്റ്റേഡിയത്തിലെത്തിയില്ല എന്ന് മനസ്സിലാകുന്നത്. ഏഷ്യ കപ്പിൽ നിന്ന് ടീം പിൻവാങ്ങിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ കൂടിയുണ്ട്. എന്താണ് അവരുടെ തീരുമാനം, നിലപാട് എന്നെ സംബന്ധിച്ചൊക്കെയുള്ള വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അക്കാര്യങ്ങൾ വിശദീകരിക്കാനായി പാക് ക്രിക്കറ്റ് ബോർഡ് മേധാവി മാധ്യമങ്ങളെ കാണും. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ? ദിവ്യ, മത്സരം ആരംഭിക്കാൻ ഇനി 3/4 മണിക്കൂറോളം മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ സ്റ്റേഡിയത്തിൽ പാകിസ്ഥാൻ ടീം എത്തിയിട്ടില്ല. UAE ടീം മാത്രമാണ് പരിശീലനത്തിന് ഇറങ്ങിയിട്ടുള്ളത്. ഈ മത്സരം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. എന്നാൽ മത്സരം ഉപേക്ഷിക്കുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പും പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ ഭാഗത്തു നിന്നോ ACCയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ACC നേരത്തെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്തിരുന്നു, അത് ഉടനെ പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം ഇപ്പോഴുമില്ല. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കുന്ന വിവരം അല്പസമയത്തിനകം PCBയുടെ ചെയർമാനും അതേപോലെ തന്നെ ACCയുടെ പ്രസിഡന്റുമായിട്ടുള്ള മുഹ്സിൻ നഖ്വി മാധ്യമങ്ങളെ കാണും. ഇത് സംബന്ധിച്ചൊരു തീരുമാനം അറിയിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ ഇന്ത്യൻ ക്യാപ്റ്റൻ പാകിസ്ഥാൻ ടീമിന് കൈകൊടുക്കാതിരുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള വിവാദത്തിൽ മാച്ച് റഫറിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പാകിസ്ഥാൻ ടീം ആവശ്യപ്പെട്ടിരുന്നു. ഇതിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്തരമൊരു നടപടിക്ക് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡും തയ്യാറായിട്ടില്ല. അപ്പോൾ സംഘാടകർ എന്നുള്ള നിലയ്ക്ക് എമിറേറ്റ്സ് ക്രിക്കറ്റ് ബോർഡിനെതിരെയും ACCക്കെതിരെയും PCB പരാതി കൊടുത്തിരുന്നു. ഇതിലൊരു തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഇന്നലെ മത്സരത്തിന് മുമ്പ് നടക്കേണ്ട പത്രസമ്മേളനത്തിലും പാകിസ്ഥാൻ പങ്കെടുത്തിരുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ഈ ഏഷ്യ കപ്പിൽ നിന്ന് പാകിസ്ഥാൻ പിന്മാറുന്നു എന്നുള്ളൊരു അഭ്യൂഹം ശക്തമാണ്. ഇത് ശരിയാണോ എന്ന് ടീം ഇന്നത്തെ മത്സരത്തിന് അവിടെ എത്താത്തതെന്നാണോ വിവരങ്ങൾ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച്, അതായത് അവിടെയുള്ള മാധ്യമപ്രവർത്തകർ പറയുന്നത് ഇതുവരെ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല. UAE ക്രിക്കറ്റ് ടീം അംഗങ്ങൾ മാത്രമാണ് സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത്. മത്സരം തുടങ്ങാൻ അല്പം സമയം മാത്രം ബാക്കി നിൽക്കെ ഒരു സമ്മർദ്ദത്തിലാക്കുന്ന, അല്ലെങ്കിൽ ACCയെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു നടപടിയിലേക്ക് പാകിസ്ഥാൻ ടീം പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ തീരുമാനം എന്നുള്ളതറിയാൻ മുഹ്സിൻ നഖ്വി, അദ്ദേഹം തന്നെയാണ് ACCയുടെ ചെയർമാനും അതേപോലെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ മേധാവിയും അദ്ദേഹം തന്നെയാണ്. അദ്ദേഹം ഇക്കാര്യം മാധ്യമങ്ങളോട് വിശദീകരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ദിവ്യ, ഷിനോജ, എത്ര മണിയോടെ ആയിരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ കാണുക? കൃത്യമായൊരു സമയം പറഞ്ഞിട്ടില്ല. അല്പസമയത്തിനകം കാണും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാധ്യമങ്ങളെ അദ്ദേഹം ഈ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനടുത്ത് തന്നെയുള്ള മീഡിയ റൂമിനോടനുബന്ധിച്ചുള്ള സ്ഥലത്ത് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദിവ്യ, അതായത് മത്സരം കാണാനായി ഇപ്പോഴും കാണികൾ അവിടെ സ്റ്റേഡിയത്തിൽ തുടരുകയാണ്. UAEയുടെ ആരാധകരും അതേപോലെ തന്നെ പാകിസ്ഥാന്റെ ആരാധകരും സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ മത്സരം ഔദ്യോഗികമായി ലൈവ് സ്ട്രീം ചെയ്യുന്ന ആപ്പുകളും അതേപോലെ ചാനലുകളും മത്സരം തുടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ മത്സരം എപ്പോൾ തുടങ്ങും, ഇന്ന് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെ അവസാന ട്വീറ്റ് ഇത് സംബന്ധിച്ചൊരു തീരുമാനമെടുത്തിട്ടില്ല. ഇന്നലെയാണ് ആ ട്വീറ്റ് പുറത്തു വന്നത്. ഇന്നായിരിക്കും അത് സംബന്ധിച്ചൊരു തീരുമാനമെടുക്കുക എന്നുള്ളൊരു അറിയിപ്പാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഏറ്റവും അവസാനം നൽകിയിട്ടുള്ളത്. പിന്നീട് അവർ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞ മത്സരങ്ങളിൽ ഇവർ ഡ്രസ്സിംഗ് റൂമിൽ ഒരുങ്ങുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ബിഹൈൻഡ് ദ സീൻ വീഡിയോയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ളത്. ഈ മത്സരവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ ഒരു അറിയിപ്പ് ഇതുവരെ എവിടെയും പുറത്തു വന്നിട്ടില്ല. ദിവ്യ.
യെസ്, എന്താണ് സംഭവിക്കുന്നത് എന്നതിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പാക് UAE മത്സരം അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. പാക് ടീം ഇതുവരെ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടില്ല. ഇനി 3/4 മണിക്കൂർ മാത്രമേ മത്സരം ആരംഭിക്കാനുള്ളൂ. അതിനിടയിലാണ് ഏഷ്യ കപ്പിൽ നിന്ന് പാക് ടീം പിൻവാങ്ങിക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ കൂടി ശക്തമാകുന്നത്. വിവരങ്ങളാണ് ഷിനോജ് ഷംസുദ്ദീൻ നൽകിയത്.